നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട താരം ഈ അടുത്ത കാലത്ത് ഒരു പോലീസ് വേഷത്തിലൂടെ നമ്മളെയൊക്കെ പൊട്ടിച്ചിരിപ്പിച്ച നമ്മുടെയൊക്കെ പ്രിയങ്കരനായ താരത്തെ വളരെ സന്തോഷപൂർവ്വം ഞാൻ ചിരിക്കും പട്ടണത്തിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റാരുമല്ല, ഷമ്മി തിലകൻ. ചേട്ടാ സ്വാഗതം. ചേട്ടാ, ഞാനിപ്പോൾ ഇൻട്രഡക്ഷനിൽ പറഞ്ഞല്ലോ ഒരു രസികനായിട്ടുള്ളൊരു പോലീസ് കഥാപാത്രത്തെ, പ്രത്യേകിച്ചൊരു ന്യൂ ജനറേഷൻ സിനിമയിൽ അങ്ങ് ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് പോലീസ് വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ടല്ലേ? ഞാൻ ഷഷ്ടി പൂർത്തി കഴിഞ്ഞത്. ഷഷ്ടി പൂർത്തി പ്രായം കൊണ്ടോ? അല്ല, അഭിനയ വേഷങ്ങളുടെ എണ്ണത്തില് പോലീസ് വേഷത്തിൽ 60 വേഷം കഴിഞ്ഞു. പോലീസ് വേഷം. അപ്പൊ ഇനി പോലീസിൽ ചെയ്യാനായിട്ടുള്ള റാങ്കിങ് ഒന്നും ഇല്ല? അല്ല, അത് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കൊരു സംശയമുണ്ട് ഇനി ഉണ്ടാകുന്നുള്ള കാര്യം. വെച്ചാൽ പട്ടാള സിനിമയിൽ 2-3 പടം അഭിനയിച്ചപ്പോൾ ലാലേട്ടന് എന്താണ് ലെഫ്റ്റനന്റ് കേണൽ ഇത് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഷഷ്ടി പൂർത്തി കഴിഞ്ഞ് എനിക്ക് ഒരു ASI പോസ്റ്റെങ്കിലും തരേണ്ടതല്ലേ ഇവര്? തീർച്ചയായിട്ടും തരേണ്ടതാണ്, നമുക്ക് അവകാശം അത് ഉന്നയിക്കേണ്ടതാണ്. അതെ, ശരിയല്ലേ? തീർച്ചയായിട്ടും. പിന്നെ കാരണം എല്ലാ കോൺസ്റ്റബിളായി, SI ആയി, CA ആയി എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് എന്നെ വിളിക്കുമ്പോൾ ഇപ്പം അജി എന്നെ വിളിക്കുന്നത്, ചേട്ടാ ഒരു ചെറിയൊരു വേഷം ചെയ്യാനുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിക്കും, പോലീസാണല്ലേ? അതേട്ടാ, കള്ളൻ്റെ വേഷമൊന്നും ഇല്ലടപ്പാ. ഇങ്ങനെ ചോദിക്കുന്ന കാര്യം ഇത് ചെയ്ത് മടുത്ത്. അപ്പോൾ മടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്താലും ഞാൻ തന്നാലും ഞാൻ ചെയ്യും. അങ്ങനത്തെ ഒരു മടുപ്പ് അതിനകത്തില്ല. എന്നാലും ഈ പറയുന്നു അത് തന്നെ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം. ഇങ്ങനത്തെ പടങ്ങളൊന്നും വേണ്ടാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്നെ ഈ അൽഫോൺസ് പുത്രൻ ഈ വേഷത്തിന് വേണ്ടി വിളിക്കുന്നത്. പുത്രൻ ഇതുപോലെ വിളിച്ചിട്ട് ചോദിച്ചു, ക്ഷമിച്ചേട്ടാ, എൻ്റെ പേര് അൽഫോൺസ് പുത്രൻ, ചേട്ടാ ഒരു വേഷമുണ്ട്. ഞാൻ പറഞ്ഞു, പോലീസാണോ? അതെ ചേട്ടാ. വേറെ കത്തി തോന്നുന്ന തന്നെ കള്ളൻ്റെ വേഷമൊന്നും ഇല്ലാന്ന് ചോദിച്ചു. പറഞ്ഞു, ഇല്ല ചേട്ടാ, ഇത് ചേട്ടൻ തന്നെ ചെയ്യണം. പറ ക്യാരക്ടർ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാമെന്ന് വിചാരിച്ച്, ഇച്ചിരി കാശൊക്കെ കൂട്ടി പറഞ്ഞ് ഒഴിവാക്കാമെന്ന് വിചാരിച്ച് ഇവൻ അങ്ങനെ കഥ പറയാണ്. ചേട്ടൻ ചെന്നൈ സിറ്റിയിലുള്ള മന്നവേലി പോലീസ് സ്റ്റേഷനിലെ SI ആണ്. അപ്പം ഞാൻ മനസ്സിൽ രാമപുരം SI ആയിട്ടാണ് ഞാൻ വന്നത്. മോഹൻലാലിന്റെ ചെങ്കോല് രാമപുരം SI ഇന്നാണ് മന്നവേലി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഡബ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നില്ല. അപ്പം ചേട്ടൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്ന നായികയുടെ അച്ഛനാണ് ലാലു അലക്സ്. തിലകൻ നായികയുടെ അച്ഛനായിട്ട് എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. എന്തൊക്കെ മനസ്സിൽ. അപ്പം അങ്ങനെ ആണ്. അപ്പം ചേട്ടനെ കാണാനായിട്ട് ഇങ്ങനെ പരാതിയായിട്ട്, ഈ പെണ്ണ് മിസ്സിംഗ് ആയിട്ട് പരാതിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് ചേട്ടൻ്റെ പേര് ഊക്കൻ ടിൻഡു എന്നാണ്. ഞാൻ ഊക്കൻ ടിൻഡു എൻ്റെ പേര്. എൻ്റെ പേര് ഊക്കൻ ടിൻഡു. ആ ക്യാരക്ടറിന്. അതെ, നീ കഥയൊന്നും പറയണ്ടേ? ഓക്കെ, സമ്മതിച്ചു.